إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أئذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ റമദാൻ മാസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റമദാൻ മാസത്തിന്റെ പ്രത്യേകതകൾ, അതിന്റെ ശ്രേഷ്ഠതകൾ, വിശുദ്ധ ഇസ്ലാം അതിന് നൽകുന്ന പ്രത്യേകതകളും ശ്രേഷ്ഠതകളും വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ധാരാളം പ്രത്യേകതകളും ശ്രേഷ്ഠതകളും കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഒരു പ്രത്യേകത, റമദാൻ മാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അൻസലല്ലാഹു തആല ഫീഹിൽ ഖുർആൻ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമാണ് ശഹ്റു റമദാൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത്. ഹുദൻ ലിന്നാസി, ജനങ്ങൾക്ക് ഹുദയായിക്കൊണ്ടും, വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഹുദ വിശദീകരിച്ചു കൊടുക്കുന്ന, അതുപോലെ തന്നെ സത്യമേത് അസത്യമേതെന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന, വ്യക്തമാക്കി കൊടുക്കുന്ന ഗ്രന്ഥമാണ്. ആ നിലക്കാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനെ ഇറക്കിയിട്ടുള്ളത്. റമദാൻ മാസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ ഖുർആൻ അല്ലാത്ത മുൻകാലങ്ങളിലുള്ള വേദഗ്രന്ഥങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുഹഫ്, അതുപോലെ തന്നെ തൗറാത്ത്, ഇൻജീൽ പോലെയുള്ള ഗ്രന്ഥങ്ങളും റമദാൻ മാസത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത് സുഹുഫു ഇബ്രാഹീമ ഫി അവ്വലി ലൈലത്തിൻ മിൻ റമദാന. സുഹുഫു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചിട്ടുള്ള ഏട്, അല്ലാഹു നൽകിയിട്ടുള്ള ആ ഗ്രന്ഥം, അത് ഇറങ്ങിയിട്ടുള്ളത് റമദാൻ മാസത്തിലെ ഒന്നാമത്തെ രാത്രിയിലാണ്. വഉൻസിലത്തിത് തൗറാത്തു ലിസിത്തിൻ മദൈന മിൻ റമദാൻ. അതുപോലെ തന്നെ തൗറാത്ത് ഇറക്കപ്പെട്ടിട്ടുള്ളത് റമദാൻ 6 കഴിഞ്ഞതിന് ശേഷമാണ്. റമദാൻ 6 കഴിഞ്ഞതിന് ശേഷമാണ്, റമദാൻ മാസത്തിലെ 6 കഴിഞ്ഞതിന് ശേഷമാണ്, 6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് തൗറാത്ത് ഇറങ്ങിയത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, വൽ ഇൻജീലു ലി 13
ഖലത് മിൻ റമളാൻ, അതുപോലെ തന്നെ റമളാനിലെ 13 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇഞ്ചീൽ ഇറങ്ങിയത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ വിശുദ്ധ ഖുർആന് പുറമേയുള്ള ഇഞ്ചീൽ, അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുഹുഫ്, തൗറാത്ത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുള്ള വേദഗ്രന്ഥം, ഇത് ഇറങ്ങിയിട്ടുള്ളതും റമളാൻ മാസത്തിലാണ് എന്നുള്ളത് അതിന്റെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ള 7ഓളം പ്രത്യേകതകൾ കാണാൻ സാധിക്കും. റമളാൻ മാസത്തിനുള്ള 7ഓളം പ്രത്യേകതകൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. 7 പ്രത്യേകതകളാണ് ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്തൊക്കെയാണത്? ഈ റമളാൻ മാസത്തിലാണ് തുഫത്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, അതുപോലെ തന്നെ നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും, അതുപോലെ തന്നെ പിശാചുക്കളെ ബന്ധിക്കപ്പെടും, പിശാചുക്കളെ അല്ലാഹു തആല ബന്ധിക്കും, അതുപോലെ തന്നെ റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, അതുപോലെ തന്നെ ആകാശലോകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, അതുപോലെ തന്നെ മലക്കുകൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അഖ്സിർ, നന്മ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരണം, തിന്മ ആഗ്രഹിക്കുന്നവനെ നിന്റെ തിന്മ കുറക്കണം എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ അല്ലാഹു തആല ഈ റമളാനിലെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാന, റമളാൻ മാസത്തിലെ 1ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ, റമളാൻ 1 കഴിഞ്ഞാൽ, സുഫിദത്തി ശയാതീനു വമറദത്തുൽ ജിന്നി, ശൈത്വാന്മാരെയും അതുപോലെ തന്നെ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെയും ബന്ധിക്കപ്പെടും, അവർ ബന്ധനസ്ഥരാക്കപ്പെടും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശൈത്വാനെ അല്ലാഹു തആല ബന്ധിക്കും, അല്ലെ ശൈത്വാന്മാരും അതുപോലെ തന്നെ ജിന്നുകളുടെ കൂട്ടത്തിലെ ധിക്കാരികളും ബന്ധനസ്ഥരാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള, എല്ലാ റമളാൻ മാസത്തിലും കേൾക്കുന്ന ഒരു വിഷയമാണ്. ശൈത്വാന്മാർ കെട്ടിയിടപ്പെടുന്ന മാസമാണ് ഈ റമളാൻ മാസം എന്നുള്ളത്. പക്ഷെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എങ്കിലും റമളാൻ മാസത്തിൽ തിന്മകൾ ഉണ്ടാകുന്നുണ്ടല്ലോ, ധാരാളം തെറ്റുകൾ റമളാൻ മാസത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്, ശൈത്താൻമാർ ബന്ധിക്കപ്പെടുന്ന മാസമാണ്, പക്ഷെ റമളാൻ മാസത്തിൽ ധാരാളം തിന്മകൾ നടക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ശൈത്താനെ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ശൈത്താൻ ബന്ധനസ്ഥനാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വ്യാഖ്യാനങ്ങളും അംഗീകരിക്കപ്പെടാവുന്ന വ്യാഖ്യാനങ്ങളാണ്. ഒരു വ്യാഖ്യാനം, ശൈത്താൻ ബന്ധിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇന്നമാ തുഖല്ലു അനിസ്സായിമീന അസ്സൗമല്ലദി ഹൂഫിള അലാ ശുറൂതിഹി വഉഇയത് ആദാബുഹു എന്നുള്ളതാണ്. ആർക്കാണ് ശൈത്താൻ ബന്ധനസ്ഥനാക്കപ്പെടുക? ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഷർത്തുകൾ പാലിച്ചുകൊണ്ട്, നോമ്പിന്റെ അദബുകൾ പാലിച്ചുകൊണ്ട് ആര് നോമ്പെടുക്കുന്നുണ്ടോ അവനെ സംബന്ധിച്ചിടത്തോളം അവന് പിശാചി യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. യഥാർത്ഥ രൂപത്തിൽ നോമ്പെടുക്കുന്ന, ശർഅ് പഠിപ്പിച്ചിട്ടുള്ള ശുറൂത്തുകൾ, അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആരാണോ നോമ്പെടുക്കുന്നത്, നോമ്പിന്റെ അദബുകൾ പാലിച്ചുകൊണ്ട് ആരാണോ ആ നോമ്പെടുക്കുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം പിശാചി അവനിൽ നിന്ന് ബന്ധനസ്ഥനാക്കപ്പെടുമെന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, ശൈത്താനെ ബന്ധിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എല്ലാ ശൈത്താന്മാരും എന്നുള്ളതാ. ബഅദു ശയാതീൻ വഹുമുൽ മറദതു ലാ കുല്ലുഹും, ശൈത്താന്മാരുടെ പിന്നെ ജിന്നുകളുടെ കൂട്ടത്തിലെ ധിക്കാരികളായിട്ടുള്ള ആളുകൾ, എല്ലാ ശൈത്താന്മാരും അതിൽ ബന്ധനസ്ഥനാക്കപ്പെടും എന്ന് പറയാൻ പറ്റില്ല. ചില ആളുകളെ ബന്ധനസ്ഥനാക്കപ്പെടും എന്നുള്ളതാണ്. ആ നിലയ്ക്ക് തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന ശൈത്താന്മാർ വേറെയും ഉണ്ടാകും. ആ നിലയ്ക്ക് രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം അപ്രകാരമാണ്. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം, തഖ്ലീലു ശുറൂരി ഫീഹി വഹാദ അംറുൻ മഹ്സൂസുൻ, തിന്മകൾ മറ്റു മാസങ്ങളെക്കാൾ തിന്മകൾ കുറയുമെന്നുള്ളതാണ്. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്ത്? റമളാൻ മാസത്തിൽ പൊതുവെ മറ്റു മാസങ്ങളെക്കാൾ തിന്മ കുറവാണ്. ഫഇന്നഹു ഖുഅദാലിക ഫീഹി അഖല്ലു മിൻ ഗൈരിഹി, മറ്റു മാസങ്ങളെക്കാൾ തിന്മകൾ സംഭവിക്കുക എന്നുള്ളത് റമളാൻ മാസത്തിൽ കുറവാണ്. അത് സ്വാഭാവികം. നമുക്കറിയാം, തിന്മകൾ സാധാരണ ചെയ്യുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ധാരാളം തിന്മകൾ ചെയ്യുന്ന റമളാൻ മാസത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ആ നിലക്കാണ് അതിന്റെ വ്യാഖ്യാനം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനമുള്ളത്, ഇനി ശൈത്താനെ അല്ലാഹു തആല ബന്ധിച്ചാലും തിന്മകൾ ഇവിടെ സംഭവിക്കും. കാരണം മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ശൈത്താന്മാർ, തിന്മകളിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ തിന്മകൾ സാധാ ചെയ്തുകൊണ്ടിരിക്കുന്ന ശൈത്താന്മാർ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അവരും തിന്മകളിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കും. ആ നിലയ്ക്ക് ഈ റമളാൻ മാസത്തിൽ തിന്മകൾ സംഭവിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ ഹദീസിന് വിരുദ്ധമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യാഖ്യാനം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ മാസത്തിന്റെ 1-ാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ അന്ന് പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടും. അതുപോലെ തന്നെ വഗുല്ലിഖത് അബ്വാബുൻ നാർ, രണ്ടാമത് പറഞ്ഞിട്ടുള്ള പ്രത്യേകത ഈ ഹദീസിൽ വന്നിട്ടുള്ളത് നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുമെന്നുള്ളതാണ്. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, നരകത്തിൽ നിന്നൊരു വാതിൽ തുറക്കപ്പെടുകയില്ല. നരകത്തിന്റെ വാതിലുകൾ റമദാൻ മാസത്തിന്റെ 1-ാമത്തെ രാത്രിയിൽ അടക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വഫുത്തിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതുപോലെ തന്നെ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. എല്ലാ വാതിലുകളും തുറക്കപ്പെടുന്ന അവസ്ഥയിൽ ഒരു വാതിലും അടക്കപ്പെടുന്ന അവസ്ഥയില്ല. വയുനാദി മുനാദിൻ, വിളിക്കുന്നവൻ വിളിക്കും, മലക്ക് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവനെ. റമദാൻ മാസത്തിന്റെ 1-ാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരണം. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ നിന്റെ തിന്മകൾ കുറക്കണം എന്നുള്ളതാണ്. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, വലില്ലാഹി യുതഖഉ മിനൻ നാർ വദാലിക കുല്ല ലൈലത്തിൻ, റമദാൻ മാസത്തിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാ രാത്രിയിലും അല്ലാഹു തആല വദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും അല്ലാഹു തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കും. അഥവാ നരകത്തിലേക്ക് പോകേണ്ട ആളുകൾ അതിൽ നിന്ന് ആ ലിസ്റ്റിൽ നിന്ന് വെട്ടും അല്ലാഹു തആല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമാം ബുഖാരിയുടെ ലഫ്ദിലുള്ളത് വഫുത്തിഹത് അബ്വാബുസ് സമ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ ലഫ്ദിലുള്ളത് വഫുത്തിഹ അബ്വാബുർ റഹ്മ, വഫുത്തിഹ അബ്വാബുർ റഹ്മ, റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഈ ഹദീസിൽ 7 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള 7 കാര്യങ്ങൾ, ഇതും ഈ 7 കാര്യങ്ങളും റമദാൻ മാസത്തിന്റെ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് റമദാൻ മാസത്തിലുള്ള പ്രത്യേകത. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ശഹ്റു റമദാൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ വഹിയ ലൈലത്തുൽ മുബാറക. നമ്മൾ മനസ്സിലാക്കിയതാണ് റമദാൻ മാസത്തിലുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന രാത്രി അത് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാണ് എന്നുള്ളത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ള ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. ആ ഖദ്റിന്റെ രാത്രിയിലാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത അത് 1000 മാസത്തേക്കാൾ പ്രത്യേകം ശ്രേഷ്ഠതയുള്ള മാസമാണ് എന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫീഹി ലൈലത്തുൻ, റമദാൻ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ഖൈറുൻ മിൻ അൽഫി ശഹർ, അത് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാണ്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, ആ രാത്രിയിലുള്ള നന്മ ആർക്ക് നഷ്ടമായോ അവനെല്ലാം നഷ്ടമായി. ഹുരിമൽ ഖൈറ കുല്ലഹ എന്ന് മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും. എല്ലാ ഖൈറും, ആ ലൈലത്തുൽ ഖദ്റിന്റെ ഖൈർ ആർക്ക് നഷ്ടമായോ അവനെ എല്ലാ ഖൈറും നഷ്ടമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ രാത്രിയെ സംബന്ധിച്ച് അത് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാണെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ആ രാത്രി എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള രാത്രിയാണ്. സൂറത്തു ദുഖാനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നാം വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് മുബാറക്കത്തായിട്ടുള്ള ബറക്കത്തുള്ള അനുഗ്രഹീതമായ ദിവസത്തിലാണ്, രാത്രിയിലാണ് നാം വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോ ബറക്കത്തുള്ള രാത്രി, ഈ ഒരു രാത്രി, അതുപോലെ തന്നെ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി അഥവാ ലൈലത്തുൽ ഖദ്ർ അത് റമദാനിലാണ് എന്നുള്ളതും റമദാൻ മാസത്തിന്റെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, റമദാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ശഹ്റു റമദാന തുജാബു ഫിഹി ദഅവാത്ത്. ഈ റമദാൻ മാസത്തിലെ പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനകളാണ്. റമദാൻ മാസത്തിൽ പ്രത്യേകം അല്ലാഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി ഉതഖഅ ഫീ കുല്ല യൗമിൻ വലൈല, അല്ലാഹു തആല ഓരോ റമദാനിലെ ഓരോ രാത്രിയിലും പകലിലും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കും. ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓരോ അടിമക്കും റമദാൻ മാസത്തിലെ ദിവസങ്ങളിലും പകലുകളിലും പിന്നെ രാത്രികളിലുമൊക്കെ അവർക്കുണ്ട് ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ, അവർക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രാർത്ഥന അവർക്കുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, യഅനി ഫി റമദാൻ, ഈ ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയുള്ളത് ഏത് ദിവസങ്ങളിലാണ്? റമദാൻ മാസത്തിലാണ്. അപ്പോൾ ഓരോ അടിമക്കും അല്ലാഹു തആല ഉത്തരം നൽകുന്ന, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ പ്രത്യേകം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു കാലമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്നുള്ളതും റമദാൻ മാസത്തിന്റെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കുക. റമദാൻ മാസം മൊത്തത്തിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു മാസമായിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദിവസങ്ങളായിട്ടാണ് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റമദാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ശഹ്റു റമദാൻ ശഹ്റു ദിക്രി വശുക്ർ. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അത്
ശുക്ർ ചെയ്യാനുള്ള, അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ള, അതുപോലെ തന്നെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാനുള്ള മാസമാണ് എന്നും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു തആല അഹ്കാമുസ് സിയാം, നോമ്പിന്റെ വിധിവിലക്കുകൾ പറഞ്ഞതിനിടയ്ക്ക്, നോമ്പിനെ കുറിച്ച് പറഞ്ഞതിനിടയ്ക്ക് അള്ളാഹു തആല പറഞ്ഞു വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ എന്ന് പറഞ്ഞു. നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ ചൊല്ലാൻ വേണ്ടി, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് ഭാഗം തക്ബീർ എന്ന് പറഞ്ഞ അള്ളാഹുവിനെ ദിക്റിൽ പെട്ടതാണല്ലോ, ദിക്റുള്ളയിൽ പെട്ടതാണല്ലോ തക്ബീർ. അതുപോലെ തന്നെ വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിടത്താണ് അള്ളാഹു തആല നോമ്പിന്റെ വിധിവിലക്കുകൾ പറഞ്ഞതിന്റെ ഇടയ്ക്കാണ് അള്ളാഹു തആല സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളത് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശുക്ർ ഉള്ളവരാകാൻ വേണ്ടി, നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടി, അതുപോലെ തന്നെ തക്ബീർ ചൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞെടുത്ത് അത് തക്ബീറിനെ കുറിച്ചും അതുപോലെ തന്നെ ശുക്റിന് വേണ്ടിയിട്ടുള്ള, ശുക്ർ നമ്മൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അല്ലാഹു തആല ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചു. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ദിക്റിന്റെയും ശുക്റിന്റെയും മാസമാണെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റമദാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഷഹ്റു റമദാൻ ഷഹ്റു സബ്ർ. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ മാസമാണ്. റമദാൻ മാസത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹ് ഷഹ്റു സബ്ർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ക്ഷമയുടെ മാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹ് പറഞ്ഞ ഹദീസ്, റസൂലുള്ളാഹ് പറഞ്ഞു സൗമു ശഹ്രി സബ്ർ, സൗമു ശഹ്രി സബ്ർ വസലാസതു അയ്യാമിൻ മിൻ കുല്ലി ശഹർ യുദ്ഹിബന വഹറ സബ്ർ. റസൂലുള്ളാഹ് പറയാൻ സൗമു ശഹ്രി സബ്ർ, ക്ഷമയുടെ മാസത്തിലെ നോമ്പ് അഥവാ റമദാൻ മാസമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷമയുടെ മാസത്തിലെ നോമ്പും വസലാസതു അയ്യാമിൻ മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിലെ 3 നോമ്പുകളും, ആ നോമ്പ് അതിന്റെ പ്രത്യേകതയാണ് യുദ്ഹിബന വഹറ സദ്ർ, മനസ്സിലെ വസ്വാസികളും മനസ്സിലെ അസൂയകളും മനസ്സിലെ വൃത്തികെട്ട ചിന്തകളുമൊക്കെ അത് മുഖേന ഇല്ലാതെയാക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. റമദാൻ മാസത്തിലെ നോമ്പ്, അതുപോലെ തന്നെ മാസത്തിലെ ഓരോ മാസത്തിലെ 3 നോമ്പുകൾ, അത് വഹറു സദ്ർ എന്ന് പറഞ്ഞാൽ ഈ മനസ്സിലുള്ള ഹിഖ്ദ്, അസൂയയും അതുപോലെ തന്നെ മനസ്സിന്റെ വഞ്ചനാ സ്വഭാവവും മനസ്സിലുള്ള വസ്വാസികളുമൊക്കെ ഇല്ലാതെയാക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. റമദാൻ മാസത്തിലെ നോമ്പ് അതുപോലെ തന്നെ ഓരോ മാസത്തിലുള്ള 3 ദിവസത്തെ നോമ്പ്, അത് മനസ്സിലെ വൃത്തികേടുകളെ ഇല്ലാതെയാക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അവിടെ ആ റമദാൻ മാസത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? സൗമു ശഹ്രി സബ്ർ എന്നാണ്, ക്ഷമയുടെ മാസത്തിലെ നോമ്പ് എന്നാണ്. റമദാൻ മാസത്തെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത് ഷഹ്റു സബ്ർ, ക്ഷമയുടെ മാസം എന്നുള്ളതാണ്. അപ്പോ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ മാസം എന്നാണ് റസൂലുള്ളാഹി തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ക്ഷമ സബ്റുൻ അലാ തഅത്തില്ല, സൽക്കർമ്മം ചെയ്യാൻ ക്ഷമ വേണം. അത് റമദാനിൽ സംഭവിക്കുന്നുണ്ട്, നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നുണ്ട് റമദാനിൽ, അതിന് ക്ഷമ വേണം. അതുപോലെ തന്നെ സബ്റുൻ അൻ മഹാരിമില്ല, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. അതും റമദാൻ മാസത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാത്ത നോമ്പ് കൊണ്ട് യാതൊരു ഫായിദയുമില്ല, അതും റമദാൻ മാസത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ സബ്റുൻ അലാ അഖ്ദാരില്ല, അള്ളാഹുവിന്റെ ഖദറിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിശപ്പും അതുപോലെ തന്നെ ദാഹവും സഹിച്ചിട്ടാണ് നോമ്പെടുക്കുന്നത്. ആ നിലയ്ക്ക് ക്ഷമയുടെ 3 വകുപ്പുകളും യഥാർത്ഥത്തിൽ ഈ റമദാൻ മാസത്തിലെ ഈ നോമ്പ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മാസത്തെ സംബന്ധിച്ച് ഷഹ്റു സബ്ർ, ക്ഷമയുടെ മാസം എന്ന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ റമദാന്റെ മറ്റൊരു പ്രത്യേകതയാണ് റമദാനിലെ ഉംറ എന്ന് പറഞ്ഞാൽ അത് ഹജ്ജിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത് റമദാന്റെ പ്രത്യേകത തന്നെ, ഉംറയുടെ പ്രത്യേകതയല്ല. ഉംറ റമദാനിലാകുമ്പോഴുള്ള പ്രത്യേകതയാണ്. റസൂലുള്ളാഹി പറഞ്ഞു ഉംറത്തുൻ ഫീ റമദാന തഅദിലു ഹജ്ജതൻ ഔ ഹജ്ജതൻ മഈ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. റമദാനിലെ ഒരു ഉംറ അത് ഹജ്ജിന് തുല്യമാണ് പ്രതിഫലത്തിൽ, അല്ലെങ്കിൽ ഔ ഹജ്ജതൻ മഈ, എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണ്, റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഉംറ, റമദാനിൽ ഉംറ ചെയ്യുക എന്നുള്ളത് ഹജ്ജിന് തുല്യമാണെന്ന് പറഞ്ഞു. ഹജ്ജിന് തുല്യമാണെന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ പ്രതിഫലത്തിലുള്ള തുല്യതയാണ്. അല്ലാതെ ഒരാൾ റമദാൻ മാസത്തിൽ ഉംറ ചെയ്താൽ അവന്റെ ഹജ്ജ് എന്ന് പറയുന്ന ബാധ്യത തീരുകയില്ല എന്നുള്ളത് മനസ്സിലാക്കിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മു സിനാൻ അൽ അൻസാരിയ, അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അൻസാരി സഹാബ വനിതയോട് റസൂലുള്ളാഹി പറയുന്നുണ്ട് ഫൈദാ ജാഹ റമദാൻ, റമദാൻ വന്നു കഴിഞ്ഞാൽ ഫഅ്തമിരി, നീ ഉംറ ചെയ്യണം. ഫഇന്ന ഉംറതൻ ഫീഹി
فإن عمرة فيه تعدل حجة. കാരണം ഈ റമദാനിലെ ഉംറ എന്ന് പറഞ്ഞാൽ അത് ഹജ്ജിന് തുല്യമാണ് എന്ന് ഉമ്മു സിനാൻ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി ഉപദേശം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോ റമദാനിലെ ഉംറ അത് ഹജ്ജിനോളം തുല്യമാണ് എന്നുള്ളതും റമദാൻ മാസത്തിന്റെ പ്രത്യേകതയായി ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ ചരിത്രപരമായി വലിയ സംഭവങ്ങൾ, അള്ളാഹുവിന്റെ വലിയ സഹായങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു മാസമാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ വളരെ ശക്തി കുറഞ്ഞ എണ്ണത്തിലും അതുപോലെ തന്നെ സന്നാഹത്തിലുമൊക്കെ വളരെ ശക്തി കുറഞ്ഞ മുസ്ലിം സമുദായത്തിന് അള്ളാഹുവിന്റെ മഹത്തായ സഹായം ലഭിച്ചിട്ടുള്ള ബദർ യുദ്ധം, ഗസ്വത്തുൽ ബദർ, അത് നടന്നിട്ടുള്ളത് റമദാൻ മാസത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അള്ളാഹു തആല അവിടെ വിജയം നൽകി. ഹിജ്റ 2-ാം വർഷത്തിലാണ് അത് സംഭവിച്ചത്. അതുപോലെ തന്നെ ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വലിയൊരു വിജയത്തിന് ഫത്ഹു മക്ക വിജയവും ഹിജ്റ 8-ലാണ് സംഭവിച്ചത്. അതും ഒരു റമദാനിലാണ്. റമദാൻ മാസത്തിലാണ് അല്ലാഹു തആല ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിജയങ്ങൾ നമ്മൾക്ക് മുസ്ലിങ്ങൾക്ക് നൽകിയത് എന്നുള്ളത് റമദാനിന്റെ പ്രത്യേകതയായി ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. റമദാൻ മാസത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. മറ്റൊരു പ്രത്യേകത ഇദ്റാഖു ശഹ്രി റമളാന തുർഫഉ ബിഹി ദറജാത്ത്. റമദാൻ മാസം ലഭിക്കുക എന്നുള്ളത്, റമദാനിൽ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുക, റമദാനിൽ അതിന്റെ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അവന്റെ പദവികൾ ഉയർത്തപ്പെടും എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ചരിത്ര സംഭവമാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു, ത്വൽഹ ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു, അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. 2 ആളുകൾ മുസ്ലിങ്ങളായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2 പേർ മുസ്ലിങ്ങളായി. അതിലൊരാൾ നന്നായി ഇജ്തിഹാദ് ചെയ്യുന്ന, നന്നായി ദീനിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം നന്നായി കഠിനാധ്വാനം ചെയ്യുകയും അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ഷഹീദായി മരിച്ചുപോയി. രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലെ കൂടുതൽ പരിശ്രമിക്കുന്ന ആളല്ല. പക്ഷേ അദ്ദേഹം 1 വർഷം ജീവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടുപോയത്. മറ്റാൾ ഷഹീദായി. 1 വർഷത്തിന് ശേഷം മറ്റൊരാളും ഷഹീദായി, മറ്റൊരാൾ മരിച്ചുപോയി. ഒന്നാമത്തെ ആൾ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി മരിച്ചു. 1 വർഷത്തിന് ശേഷം അടുത്ത ആളും മരിച്ചു. ഈ മുസ്ലിമായിട്ടുള്ള 2 ആളുകളും. ത്വൽഹ ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങനെ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. അവർ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ എത്തുന്ന സന്ദർഭത്തിൽ ഈ 2 പേർക്കും അവരെ മലക്കുകൾ വിളിച്ചു വരുത്തിയിട്ട് ആദ്യം സ്വർഗത്തിലേക്കുള്ള അനുവാദം കൊടുക്കുന്നത് 1 വർഷം ജീവിച്ചതിന് ശേഷം ആ ഷഹീദായി മരിച്ച ആൾക്ക് ശേഷം മരിച്ച 1 വർഷം കൂടി ജീവിച്ച് മരിച്ച വ്യക്തിയെയാണ് ഒന്നാമതായി സ്വർഗത്തിലേക്ക് അനുവാദം കൊടുക്കുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന് ശേഷമാണ് ഈ വ്യക്തിക്ക് അനുവാദം ലഭിക്കുന്നത്. ഇത് അദ്ദേഹം കൊണ്ടൊരു സ്വപ്നമാണ്. അത് ആ സ്വപ്നത്തിന് വിലയുള്ളൂ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആ കാര്യം സ്വഹാബത്ത് ചർച്ചയായി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ഒരു വ്യക്തിക്ക് 2ാം സ്ഥാനമാണ് അവിടെ കിട്ടിയത്. എന്നാൽ 1 വർഷം ജീവിച്ച് മരിച്ച ഒരാൾക്കാണ്, സഹാബിക്കാണ് അവിടെ സ്വർഗത്തിലേക്ക് ആദ്യമായി അനുവാദം കൊടുത്തത് എന്നുള്ള കാര്യം ചർച്ചയായി റസൂലിന്റെ അടുത്ത് വിവരമെത്തി. ഇത് കേവലം സ്വപ്നമാണ്. പക്ഷെ റസൂൽ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെന്തുണ്ട്? വഹീന്റെ അടിസ്ഥാനമുണ്ട്. നമുക്കറിയാം പല കാര്യങ്ങളും സഹാബത്ത്, ഇപ്പോ ബാങ്ക് ഒരു സഹാബി സ്വപ്നം കണ്ടതാണ്, റസൂൽ അത് സ്ഥിരീകരിച്ചു. റസൂൽ സ്ഥിരീകരിച്ചാലാണ് നമ്മൾ അത് അംഗീകരിക്കേണ്ട ആവശ്യമുള്ളൂ. ത്വൽഹ റളിയല്ലാഹു അൻഹും സഹാബത്തും സംഭവം റസൂലിനോട് പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു. റസൂൽ പറയുകയാണ്, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന. നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? റസൂൽ ചോദിക്കാൻ, നിങ്ങൾ അത്ഭുതപ്പെടാനുള്ള കാരണം എന്താണ്? 1 വർഷം ആദ്യം ഷഹീദായി മരിച്ച ആള്, അതിനുശേഷം 1 വർഷം ജീവിച്ച ആളാണ് ഷഹീദായി മരിച്ച ആളേക്കാൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എന്തിന് അത്ഭുതപ്പെടണം? റസൂൽ ചോദിക്കാൻ, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സനതൻ. ഈ 2ാമത് മരിച്ച വ്യക്തി 1 വർഷം പിന്നീട് ജീവിച്ചിട്ടില്ലേ? ആ ഷഹീദായി മരിച്ച സഹാബിക്ക് ശേഷവും ഈ ഒരു മനുഷ്യൻ 1 വർഷം കൂടി ജീവിച്ചിട്ടില്ലേ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, അതെ, അവർ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ ആൾ, ആദ്യം മരിച്ച ഷഹീദായി മരിച്ച ആളാണ് ഇസ്ലാമിന് വേണ്ടി കൂടുതൽ ത്യാഗം ചെയ്തിട്ടുള്ള ആള്. അതാണ് അദ്ദേഹമാണ് ആളുകൾക്കിടെ അറിയപ്പെട്ടിട്ടുള്ള ആള്. അദ്ദേഹം 1 വർഷം കൂടി കൂടുതൽ ജീവിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോ റസൂലുള്ളാഹി സ്വഹാബത്ത് പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, വഅജ്റക റമളാന. ഈ 1 വർഷം കൂടി കൂടുതൽ ജീവിച്ച വ്യക്തിക്ക് 1 റമളാൻ കൂടി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. വസല്ല കദാ വകദാ മിൻ സദഖത്തിൻ ഫിസ്സന. ആ വർഷത്തിൽ അദ്ദേഹം
ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട്, റമദാനും കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് സുജൂദുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു. അതേ എന്ന് സ്വഹാബത്ത് പറഞ്ഞു. എങ്കിൽ ഒരു വർഷം കൂടുതൽ ജീവിച്ചു, റമദാനിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു, അതിൽ ഒരുപാട് സ്വലാത്തും അതുപോലെ തന്നെ സുജൂദുകളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി പറയാണ് ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന അസ്സമാഇ വൽ അർദ്, ആ രണ്ട് വ്യക്തികൾക്കിടയിൽ ആകാശഭൂമിയോളം വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശഭൂമിയോളം വ്യത്യാസമുണ്ട്. ഒന്നാമത് മരിച്ച വ്യക്തി ഷഹീദായിട്ടാണ് മരിച്ചതെങ്കിലും രണ്ടാമത്തെ വ്യക്തി ഒരു വർഷം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും അവനൊരു റമദാൻ ലഭിക്കുകയും അതുപോലെ തന്നെ നമസ്കാരങ്ങളും കൂടുതൽ സുജൂദ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം കൂടുതൽ ജീവിച്ചവനാണ്. ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശഭൂമിയോളം അവർക്കിടയിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് അതിന്റെ പ്രത്യേകത? അവനൊരു റമദാൻ കൂടി ഏറെ കിട്ടി എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. റമദാന് കൂടുതൽ കിട്ടുക, അതിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് പദവികൾ ഉയർത്തപ്പെടുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് മുൻഗണന ലഭിക്കുന്ന കാര്യമാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് ലഭിക്കും. ഉലമാക്കൾ പറഞ്ഞു ഇത് റമദാനിന്റെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റമദാനിൽ ധാരാളം പ്രത്യേകതകൾ ഇനിയും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം റമദാനിൽ ഒരുപാട് ഇബാദത്തുകൾ പ്രത്യേകമായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നോമ്പ്, അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ, തറാവീഹ് നമസ്കാരം, അതുപോലെ തന്നെ സദഖക്ക് പ്രത്യേക ശ്രേഷ്ഠത, അതുപോലെ തന്നെ മുദാറസത്തുൽ ഖുർആൻ, ഖുർആൻ പഠനം. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ഖുത്ബയിൽ വിശദീകരിക്കാം റമദാനിലെ ഇബാദത്തുകൾ. പക്ഷേ ഈ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ നോമ്പ് തന്നെയാണ്. ആ നോമ്പിന്റെ പ്രത്യേകതകൾ എത്രത്തോളമുണ്ട്? ആ റമദാൻ മാസത്തിലെ നോമ്പ്, അതിനുള്ള പ്രത്യേകത അത് റമദാനിന്റെ കൂടെ പ്രത്യേകതയാണ്. ഒരുപാട് പ്രത്യേകതകൾ ഹദീസിൽ കാണാൻ സാധിക്കും. ആ പ്രത്യേകതകൾ മാത്രം ഹദീസുകൾ പറയാതെ കുറച്ച് പ്രത്യേകതകൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രത്യേകതകൾ പെട്ടെന്ന് പറയാം. എന്തൊക്കെയാണ് നോമ്പിനുള്ള പ്രത്യേകതകൾ? നോമ്പിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നോമ്പുകാർക്ക് ആ പ്രവർത്തനത്തെ അല്ലാഹു തആല അതിന് വമ്പിച്ച പ്രതിഫലം കൊടുക്കും. അതുപോലെ തന്നെ ആ നോമ്പുകാരന് മഗ്ഫിറത്ത് കൊടുക്കുമെന്ന് സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖൈറായിട്ടുള്ള കാര്യമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു നോമ്പിനെ സംബന്ധിച്ച് അത് തഖ്വയുണ്ടാകാനുള്ള കാര്യമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കാനുള്ള ഒരു പരിചയാണ്, നരകത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു നോമ്പിന്റെ പ്രത്യേകതയായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തമായ കോട്ടയാണ്, ഒരു കോട്ടയാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ ശഹ്വത്തിൽ നിന്ന്, നമ്മുടെ വികാരത്തിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ ദേഹേച്ഛയിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്താൻ നോമ്പ് അതിൽ നിന്നുള്ള ഒരു പരിചയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പെടുത്താൽ, ഒരു ദിവസം നോമ്പെടുത്താൽ അവരിൽ നിന്ന് അവന്റെ മുഖത്തെ അല്ലാഹു തആല 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ അവനും ആകാശഭൂമിയോളം വ്യത്യാസമുള്ള ഒരു ഖന്ദഖ്, ഒരു കിടങ്ങ് അല്ലാഹു തആല കുഴിക്കുകയും അത്രയും വ്യത്യാസം അവനും നരകത്തിനും ഇടയിൽ അല്ലാഹു തആല ഉണ്ടാക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പിന്റെ പ്രത്യേകതയായി റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹി വസിയ്യത്തായി അത് നൽകാറുണ്ട് നോമ്പെടുക്കണം എന്നുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് വസിയത്തായി കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് നോമ്പിന് തുല്യമായ ഒരു കർമ്മവുമില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പെടുത്തവന് റയ്യാൻ എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിൽ ഒരു കവാടത്തിന്റെ പേര് റയ്യാനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നോമ്പുകാർക്ക് മാത്രം പ്രവേശിക്കാനുള്ള കവാടമാണ് എന്നുള്ളത് നോമ്പിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന 4 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒന്നാമതായി പറഞ്ഞത് നോമ്പിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ നോമ്പിന്റെ മറ്റൊരു പ്രത്യേകത നോമ്പ് എന്ന് പറഞ്ഞാൽ പാപങ്ങളെ മായ്ച്ചു കളയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ ആ നോമ്പിന് കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. അതിനൊരു കണക്ക് അല്ലാഹു തആല വെച്ചിട്ടില്ല. വഅന അജ്സി ബിഹി, ഞാനാണ് നോമ്പിന് പ്രതിഫലം കൊടുക്കുന്നത്. അതിന് 700 ഇരട്ടി എന്നുള്ളത് അത് നിർത്താതെ എത്രയാണ് അല്ലാഹു തആല അതിന് കണക്ക് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഹലോകത്തും പരലോകത്തും 2 ഫർഹത്തുകളുണ്ട്, സന്തോഷമുണ്ട് എന്നുള്ളതും നോമ്പിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നോമ്പുകാരന്റെ വായയിൽ നിന്ന് വരുന്ന ഗന്ധം അത് അല്ലാഹുവിന്റെ അടുത്ത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്നുള്ളതും നോമ്പിന്റെ പ്രത്യേകതയാണ്.
മാത്രമല്ല നോമ്പ് എന്നുള്ളത് നാളെ പരലോകത്ത് ആ നോമ്പുകാരന് നോമ്പെടുത്തവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്നുള്ളതും നോമ്പിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നോമ്പ് നോറ്റവന്റെ മനസ്സിലുള്ള വൃത്തികേടുകൾ, അതുപോലെ തന്നെ അസൂയയും കുശുമ്പും, അതുപോലെ തന്നെ പകയും എല്ലാം മായ്ച്ചു കളയാൻ നോമ്പിന് സാധിക്കുമെന്നുള്ളത് നോമ്പിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നന്മയുടെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിലാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആരെങ്കിലും നോമ്പെടുത്തുകൊണ്ടാണ് മരിച്ചതെങ്കിൽ അവൻ സ്വർഗത്തിലാണ്, അവന്റെ അവസാനത്തെ കർമ്മം നോമ്പാണെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായി നോമ്പെടുക്കുന്നവന് സ്വർഗത്തിൽ വിശാലമായ വലിയ വലിയ സൗധങ്ങളുണ്ട്, അതുപോലെ തന്നെ മുറികളുണ്ട്, റൂമുകളുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പെടുത്തവന്റെ നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, അത് തള്ളുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന അതിനും പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതും അതിനും ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാരെ തുറപ്പിക്കുക എന്നുള്ളത് അത് നോമ്പിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പല നഷ്ടപരിഹാരങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്കും ഒരു പരിഹാരം എന്ന നിലക്ക് അല്ലാഹു തആല വെച്ചിട്ടുള്ളത് നോമ്പിനെയാണ്. നമുക്കറിയാം, പല തിന്മകൾ ചെയ്താൽ, ഇപ്പോൾ ഒരാൾ സത്യം ചെയ്തു, അയാൾ സത്യം ചെയ്തിട്ട് അത് ലംഘിച്ചു എങ്കിൽ അതിനുള്ള പരിഹാരമായി റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ള ഒരു മാർഗം എന്താണ്? 3 ദിവസം നോമ്പെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പല കാര്യങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം കഫാറത്ത് എന്ന നിലയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള നോമ്പിനെയാണ്. അത് നോമ്പിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ റമളാൻ മാസത്തിൽ നോമ്പെടുത്തതിന്റെ പ്രത്യേകതയായി റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പെടുത്താൽ അവൻ സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റമളാൻ മാസത്തിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ റുക്നുൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ റുക്നാണ്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ, അവൻ ഒരു മുസ്ലിമാണെങ്കിൽ അവൻ ചെയ്യേണ്ട ഒരു കർമ്മമാണ് നോമ്പ് എന്നുള്ളത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടുള്ളത് 5 കാര്യങ്ങളിലാണ്. ഒന്ന് ഷഹാദത്ത് ചെയ്യാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്ത് വ ഈതാഇസ് സക്കാത്ത് വ സൗമി റമളാന വ ഹജ്ജിൽ ബൈത്ത്. അതിലൊന്ന് പറഞ്ഞ റമളാൻ മാസത്തിലെ നോമ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. നമ്മൾ നോമ്പ് മുറിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ആ നോമ്പിന്റെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഒന്ന് മനസ്സിലാക്കുക. ഈ നോമ്പിന്റെ പ്രത്യേകതകൾ, ഒരുപാട് പ്രത്യേകതയൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള ഖുർആനിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എന്താണ് ഈ റമളാൻ മാസത്തിന്റെ കൂടെ പ്രത്യേകതയെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല കൃത്യമായി അമൽ ചെയ്യാനുള്ള, അതിൽ റമളാൻ മാസത്തിൽ കൂടുതൽ അമൽ ചെയ്യാനും അത് അല്ലാഹു തആല ഖബൂൽ ചെയ്യുന്ന അമലാക്കി മാറ്റുവാനുള്ള തൗഫീഖിന് വേണ്ടി അല്ലാഹുവിനെ ചോദിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.